Hi all. Polytechnic Diploma second semester branch specific theory basic electronics and allied branches സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള PYQ സീരീസ് ആണ് ഇനി ഒരു 4 വീക്സിലേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ ബ്രാഞ്ച് സ്പെസിഫിക് തിയറി ബേസിക് ഇലക്ട്രോണിക്സിൽ പ്രീവിയസ് ഒരു 4 ഇയേഴ്സ് എടുത്തിട്ട് അനലൈസ് ചെയ്യുന്ന സമയത്ത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് കുറവാണ്. പക്ഷേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, പക്ഷെ അത് പല രീതിയിലാണ് ചോദിക്കുന്നത്. നമുക്കത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണെന്ന് മനസ്സിലാക്കാൻ തന്നെ കുറച്ച് പ്രയാസമാവുന്ന രീതിയിൽ. അപ്പോൾ അതിൽ ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ടുള്ള 4 ക്വസ്റ്റ്യൻസ്, ആ ചോദ്യങ്ങൾ ചോദിക്കുന്ന വ്യത്യസ്ത രീതികൾ, അതാണ് നമ്മൾ ഓരോ വീഡിയോയിലായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ഡ്രിഫ്റ്റ് കറണ്ടും ഡിഫ്യൂഷൻ കറണ്ടും ആണ്. ഈ ഡ്രിഫ്റ്റ് കറണ്ടും ഡിഫ്യൂഷൻ കറണ്ടും തമ്മിലുള്ള ഡിഫറൻസ് 3 മാർക്സിനും ചോദിക്കുന്നുണ്ട്, 7 മാർക്സിനും ചോദിക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു ടാബുലർ കോളത്തിൽ ഒരു 5 പോയിൻറ്റ്സ് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് 5 മാർക്സ് വാങ്ങിക്കാം. ഈ ഡ്രിഫ്റ്റ് കറണ്ടും ഡിഫ്യൂഷൻ കറണ്ടും നമ്മൾ പറയുമ്പോൾ എല്ലാ ആൾക്കാരും അത് സാധാരണ ഒരു PN ജംഗ്ഷൻ വെച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ ഈ ഡ്രിഫ്റ്റ് കറണ്ടും ഡിഫ്യൂഷൻ കറണ്ടും ഒരു P ടൈപ്പ് സെമി കണ്ടക്ടറിലും ഒരു N ടൈപ്പ് സെമി കണ്ടക്ടറിലും ഇൻഡിവിജ്വലി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് പറയാനുള്ള എളുപ്പത്തിന് അല്ലെങ്കിൽ ഒരാൾക്ക് മനസ്സിലാക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അതൊരു PN ജംഗ്ഷൻ വെച്ചിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഒരു P ടൈപ്പ് സെമി കണ്ടക്ടർ. ഓക്കെ, ഒരു P ടൈപ്പ് സെമി കണ്ടക്ടർ, അതിലെ മെജോറിറ്റി ക്യാരിയേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? P പോസിറ്റീവ്, അപ്പോൾ ഹോൾസ്. അപ്പോൾ നമ്മൾ കൂടുതൽ ഹോൾസ് വരക്കും. മൈനോറിറ്റി ക്യാരിയേഴ്സ് എന്താണ്? ഇലക്ട്രോൺസ് ആണ് വരിക. അത് കുറച്ച് കൊടുക്കും. ഇതിങ്ങനെയാണ് നമ്മൾ ഈസി ആയിട്ട് ഓർത്ത് വെക്കേണ്ടത്, P പോസിറ്റീവ് ഹോള്. ഇനി അടുത്ത് നമ്മൾ അതിലേക്ക് കമ്പൈൻ ചെയ്യുന്നത് എന്താണ്? ഒരു N ടൈപ്പ് സെമി കണ്ടക്ടറിനെ കമ്പൈൻ ചെയ്യാം. N ടൈപ്പ് സെമി കണ്ടക്ടർ, N നെഗറ്റീവ്, Pയിൽ പോസിറ്റീവ് ഹോളാകുമ്പോൾ Nൽ സ്വാഭാവികമായിട്ടും ആരായിരിക്കും കൂടുതലുണ്ടാവുക? ഇലക്ട്രോൺസ് ആയിരിക്കും കൂടുതലുണ്ടാവുക. അപ്പോൾ അത് ഡോട്ട് ഇട്ടിട്ട് കൊടുക്കാം. ഞാൻ സാധാരണഗതിയിൽ ക്ലാസ്സിലൊക്കെ കുത്ത് വട്ടം എന്ന രീതിയിൽ ഓർത്ത് വെക്കാനാണ് പറയൽ. അത് നമുക്ക് ഇഷ്ടമുള്ള പോലെ ഓർത്ത് വെക്കാം. ടൈപ്പും N ടൈപ്പും കമ്പൈൻ ചെയ്ത് കഴിയുമ്പോൾ ശരിക്കും എന്താണ് സംഭവിക്കുന്നത്? Pയിൽ ഏറ്റവും കൂടുതലുള്ള ഹോൾസ് കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഈ ഹോൾസ് എങ്ങോട്ടേക്ക് ഒഴുകും? ഇങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്യും. ഇവിടെ കൂടുതലും ഇവിടെ കുറവാണല്ലോ. അതുപോലെ തന്നെ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇലക്ട്രോൺസ് ഒക്കെ ഇങ്ങോട്ടേക്കും ഫ്ലോ ചെയ്യും. ഇത് മുഖേന ഉണ്ടാവുന്ന കറണ്ട് ഫ്ലോനെയാണ് നമ്മൾ ഡിഫ്യൂഷൻ കറണ്ട് എന്ന് പറയുന്നത്. ഈ ഡിഫ്യൂഷൻ കറണ്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത്, നമ്മളിപ്പം നമ്മളെ വീട്ടിൽ ഒരു റൂമിൽ നല്ല മണം വരാൻ വേണ്ടിയിട്ട് ഈ പ്ലഗ് ഇൻ സെൻസ് ഉണ്ടല്ലോ, അപ്പോൾ പ്ലഗ് ചെയ്ത് വെക്കാൻ പറ്റുന്ന പെർഫ്യൂംസ്, അത് നമ്മൾ പ്ലഗ് ചെയ്തിട്ട് ഓണാക്കി ഇട്ടാൽ കുറച്ച് ടൈം കഴിയുമ്പോഴാണ് അല്ലേ റൂമിൽ നല്ലൊരു മണം വരിക. അത് ആ കുത്തി വെക്കുന്ന ഭാഗത്തു നിന്ന് ആ സ്മെല്ല് ഇങ്ങനെ ഡിഫ്യൂസ് ചെയ്ത് പോവുകയാണ് ചെയ്യുക. അത് കൂടുതലുള്ള സ്ഥലത്തു നിന്ന് ഇങ്ങനെ കുറഞ്ഞ സ്ഥലത്തേക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് പോകും. അതുപോലെ തന്നെയാണ് ഈ ഡിഫ്യൂഷൻ കറണ്ട് എന്ന് പറയുന്നതും. ഈ കൂടുതലുള്ള സ്ഥലത്തു നിന്ന് മെജോറിറ്റി ക്യാരിയേഴ്സ് കുറഞ്ഞ സ്ഥലത്തേക്ക് സ്വമേധയാ തനിയെ പോവും. പ്രത്യേകിച്ച് ആരുടെ ഒരു സഹായവും ആവശ്യമില്ല. അതേപോലെ തന്നെ ഇലക്ട്രോൺസ് ഇവിടുന്ന് ഇങ്ങോട്ടും പോകും. ഓക്കെ, ഇനി ഇങ്ങനെ പോകുന്ന സമയത്ത് എന്താ ഉണ്ടാവുക നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ ഈ P എന്ന് പറയുന്ന സെമി കണ്ടക്ടറിൽ ഹോൾസ് ആണല്ലോ കൂടുതൽ. ഓക്കെ, ഈ ഹോൾസിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ട് ആരുണ്ടാവും? ഒരു നെഗറ്റീവ് ചാർജ്ഡ് അയോൺ ഉണ്ടാവും. ഓക്കെ, അതേപോലെ തന്നെ ഇലക്ട്രോണിൻ്റെ കൂടെ ആരുണ്ടാവും? ഒരു പോസിറ്റീവ് ചാർജ്ഡ് അയോണും ഉണ്ടാവും. അപ്പം ഈ ഹോള് ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ ആരിവിടെ ഒറ്റക്കാവും? ഈ നെഗറ്റീവ് ചാർജ്ഡ് അയോൺ അവിടെ ഒറ്റക്കാവും. എന്താ കാരണം? അത് ഇമ്മൊബൈലാണ്, അതിന് മൂവ് ചെയ്യാൻ പറ്റൂല. ഓക്കെ, ഈ ഹോൾ ഇവിടെ പോകുമ്പോൾ ഇവിടെയും ഒരു നെഗറ്റീവ് ചാർജ്ഡ് അയോണ് അവിടെ ഒറ്റക്കാവും. ഈ ഹോള് പോകുന്ന സമയത്തും ഇവിടെയും ഒരു നെഗറ്റീവ് ചാർജ്ഡ് അയോണ് ഫോം ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഒരു ജംഗ്ഷനിൽ കുറച്ച് നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺസ്, ഒറ്റക്കായി നിൽക്കുന്ന നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് വന്ന് ക്യുമുലേറ്റ് ചെയ്യും. അതേപോലെ തന്നെ
ഈ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് ഫ്ലോ ചെയ്യണതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ആര് വന്ന് അക്യുമുലേറ്റ് ചെയ്യും? കുറച്ച് പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസും വന്ന് അക്യുമുലേറ്റ് ചെയ്യും. അപ്പോൾ ഒരു പി ടൈപ്പും എൻ ടൈപ്പും കമ്പൈൻ ചെയ്യുമ്പോൾ പി എൻ ജംഗ്ഷൻ ഫോം ചെയ്തു. എങ്ങനെ ഫോം ചെയ്തു? ഈ ഡിഫ്യൂഷൻ കറണ്ട് വഴി ബാലൻസ് ആവുന്ന ഇമ്മൊബൈൽ അയോൺസ് പി എൻ ജംഗ്ഷനിൽ ക്യുമുലേറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ മൈനസ് ഇവിടെ പ്ലസ് എന്ന് വരുന്ന രീതിയിൽ ഇവിടെ ഒരു ചെറിയ ഇലക്ട്രിക് ഫീൽഡും പ്രൊഡ്യൂസ്ഡ് ആവും. ഒരു ചെറിയ ഇലക്ട്രിക് ഫീൽഡ് ദാറ്റ് ഈസ് കോൾഡ് ബാരിയർ പൊട്ടൻഷ്യൽ, അല്ലെങ്കിൽ ഇതിന് സ്പേസ് ചാർജ് റീജിയൻ എന്നും പറയും. അപ്പോൾ അവിടെയുള്ള വോൾട്ടേജ് ആണ് ബാരിയർ പൊട്ടൻഷ്യൽ. ഈ ബാരിയർ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ വി ബി എന്ന് പറയുന്നത് 0.74 സിലിക്കൺ ആണ്. ജർമാനിയത്തിന് 0.3 ആണ് വരിക. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ എന്ത് ചാർജാണ് ഉള്ളത്? ഒരു ചെറിയ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ഇനി ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രസൻസ് കൊണ്ട് ഉണ്ടാവുന്ന കറണ്ടാണ് എന്ത്? ഡ്രിഫ്റ്റ് കറണ്ട്. ഈ ചെറിയൊരു ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രസൻസ് കൊണ്ട് തന്നെ ഉണ്ടാകുന്ന കറണ്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡ്രിഫ്റ്റ് കറണ്ട് എന്ന് പറയുന്നത്. അതിന് എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഇവിടെ വരുന്നത് സെല്ലിൻ്റെ നെഗറ്റീവ് വരും. സെല്ല് മീൻസ് നമ്മൾ ആ ഇൻറ്റേർണൽ വോൾട്ടേജ് ആയിട്ട് ഡെവലപ്പ് ആവുന്ന ഇവിടെ പോസിറ്റീവ് ഉണ്ടാവും. അപ്പോൾ ഈ മൈനസ് ചാർജ് ഓപ്പോസിറ്റ് ചാർജസ് അട്രാക്ട് എന്നല്ലേ. അപ്പോൾ ഇവിടെ മൈനസ് ആവുമ്പോൾ ഹോൾസ് ഒക്കെ ഇങ്ങോട്ട് പോവും. ഇവിടെയുള്ള ഇലക്ട്രോൺസ് എന്താവും? ഇതിൻ്റെ പ്രസൻസ് കൊണ്ട് റിപ്പൽഡ് ആവും. ഓക്കെ, അതേപോലെ തന്നെയാണ് ഇവിടെ പോസിറ്റീവ് വരുന്നതുകൊണ്ട് ഈ ഹോൾസ് ഇങ്ങോട്ടും റിപ്പൽഡ് ആവും. അപ്പോൾ ഒരു എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ പ്രഷർ കൊണ്ടാണ് ഈ ചാർജ് ക്യാരിയേഴ്സ് മൂവ് ചെയ്യണത്. അതുവഴി ഉണ്ടാവുന്ന കറണ്ടാണ് എന്ത് കറണ്ട്? ഡ്രിഫ്റ്റ് കറണ്ട് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ പ്രാക്ടിക്കലി അസ്യൂം ചെയ്യാം, കുറച്ച് ആൾക്കാർ ഒരു സ്ഥലത്ത് ഇങ്ങനെ കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു സെലിബ്രിറ്റി വരുന്നുണ്ട്. ഒരു സെലിബ്രിറ്റി വരുമ്പോൾ കുറേ ആൾക്കാർ അവിടെ കൂടി നിന്നിട്ട് അവരിങ്ങനെ ഭയങ്കരമായിട്ട് തിക്ക് തിരക്കുമ്പോൾ കുറച്ച് ബോഡി ഗാർഡ്സ് ഒക്കെ വന്നിട്ട് അവരെ നിർബന്ധപൂർവ്വം പുഷ് ചെയ്ത് ഒരു സ്ഥലത്തേക്ക് മാറ്റുക. അതിന് സമാനമായിട്ടുള്ളൊരു കണ്ടീഷനാണ് ഇവിടെ. വളരെ കംഫർട്ടബിൾ ആയിട്ട് നിൽക്കുന്ന മൈനോറിറ്റി ക്യാരിയേഴ്സിനെ ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രസൻസ് കാരണം അവർ ഫോഴ്സ്ഡ് ആവുകയാണ് ഫോർ മൂവ്മെൻറ്റ്. അങ്ങനെ വരുന്ന കറണ്ടാണ് എന്ത്? ഡ്രിഫ്റ്റ് കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഡിഫ്യൂഷൻ കറണ്ടിന് ഇങ്ങനത്തെ എക്സ്റ്റേണൽ വോൾട്ടേജ് ഒന്നും ആവശ്യമില്ല. ഡ്രിഫ്റ്റ് കറണ്ട് നടക്കണമെങ്കിൽ എക്സ്റ്റേണൽ വോൾട്ടേജ് ആവശ്യമുണ്ട്. ആദ്യം ഈ ബാരിയർ പൊട്ടൻഷ്യന് വഴി അത് നടക്കും. പിന്നെ നമ്മൾ എക്സ്റ്റേണൽ വോൾട്ടേജ് കൊടുക്കുമ്പോൾ വീണ്ടും ഡ്രിഫ്റ്റ് കറണ്ട് ഉണ്ടാവും. അപ്പോൾ ഇക്വിലിബ്രിയം കണ്ടീഷനിൽ അൺബയാസ്ഡ് ആയിരിക്കുമ്പോൾ, അതായത് പുറത്തുനിന്നൊരു വോൾട്ടേജ് ഒന്നും കൊടുക്കാത്ത സമയത്ത് ഡിഫ്യൂഷൻ കറണ്ടും ഡ്രിഫ്റ്റ് കറണ്ടും തുല്യമായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ തുടങ്ങി വെക്കുന്ന ആരാണ്? ഡിഫ്യൂഷൻ കറണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അത് എൻഡ് ചെയ്യുന്ന ആരിലാണ്? ഡ്രിഫ്റ്റ് കറണ്ടിലാണ്. അപ്പോൾ ഡിഫ്യൂഷൻ കറണ്ടും ഡ്രിഫ്റ്റ് കറണ്ടും തുല്യമായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് നമ്മളൊരു 7 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിലും 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിലും എഴുതേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഒരു കമ്പാരിസൺ ടേബിള് ഞാൻ ഓൾറെഡി കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ നിങ്ങൾക്കത് എക്സാമിന് ജസ്റ്റ് ഒന്ന് നോക്കേണ്ട ആൾക്കാർക്ക് അത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാവും.